നമസ്കാരം. അവരെന്നെ ലോക്കപ്പിൽ തള്ളി, മുറിയുടെ വാതിലടച്ചു, അകത്തേക്കും പുറത്തേക്കുമുള്ള ലൈറ്റുകൾ അണച്ചു. 2 പേർ അകത്തേക്ക് കയറി വന്നു. ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റു. ആദ്യം വന്നവർ ചെവിക്കുറ്റിക്ക് അടിച്ചു. പിന്നെ 3 പേർ കൂടി കയറി വന്നു. ഒരാൾ ചോദിച്ചു, എന്താടാ നിൻ്റെ പേര്? ഞാൻ പറഞ്ഞു, വിജയൻ. ഏത് വിജയൻ? പിണറായി വിജയൻ. അതോടെ ആ 3 പേർ കൂടി ചേർന്ന് എന്നെ കുനിച്ചു നിർത്തി ആവോളം ഇടിച്ചു. തല്ലിൻ്റെ മാതിരി പറയേണ്ടതില്ലല്ലോ, എല്ലാ രീതിയിലുമുള്ളതായിരുന്നു ആ തല്ല്. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരെന്നെ ഇടിച്ചു വീഴ്ത്തി. ഓഫീസർക്കെതിരെ പറയുമോടാ നീ, മന്ത്രിക്കെതിരെ പറയുമോടാ എന്നൊക്കെ ചോദിച്ചായിരുന്നു അവർ എന്നെ ഇടിച്ചത്. ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായ സുജിത്തിൻ്റെ മൊഴിയല്ല, ആ CCTV ദൃശ്യത്തിൻ്റെ വ്യാഖ്യാനവുമല്ല. 1977 തനിക്ക് നേരിട്ട കസ്റ്റഡി മർദ്ദനത്തെപ്പറ്റി വികാരാധീനനായി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്. അന്ന് ആ തല്ലുകൊണ്ട് നിലത്ത് വീണ യുവാവാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി. തനിക്ക് കിട്ടിയ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ കഥകൾ മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞത് കേട്ടപ്പോഴൊക്കെ കമ്മികൾ കരഞ്ഞു, അന്തങ്ങൾ മൂക്കുചീറ്റി, സാംസ്കാരിക പ്രവർത്തകർ മൗനത്തിലായി. ഇത്രയൊക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയാകാതെ ലോക്കപ്പിൽ കിടന്ന് ചത്തുപോയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? പിണറായി വിജയൻ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് ലോക്കപ്പ് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. വിജയൻ്റെ ഭൂലോക തള്ളുകൾ എത്രയോ നമ്മൾ കേട്ടതാണ്. പക്ഷേ VS അച്യുതാനന്ദൻ താൻ നേരിട്ട ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ പിണറായിക്ക് പരിഹാസമായിരുന്നു. ആരുടെയെങ്കിലും കാലിൽ മുള്ളോ ആണിയോ കൊണ്ടു എന്നതല്ല പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗം. പിണറായി എന്ന ബ്രണ്ണൻ കോളേജിലെടുത്ത ആക്ഷനുകളൊന്നും ലോക്കപ്പിൽ എടുത്തില്ല എന്നത് ഭാഗ്യം. ദൈവമേ, നാടിനു വേണ്ടി ഇത്രയൊക്കെ തൊഴിമേടിച്ച മനുഷ്യനാണല്ലോ നമ്മെ ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ കണ്ണീര് വരും. ഇത്ര ത്യാഗിയായിരുന്നോ ഈ മനുഷ്യൻ? പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അന്ന് താൻ അനുഭവിച്ച ക്രൂരമായ മർദ്ദനത്തിൻ്റെ നോവും വേദനയും അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ പോലീസിനെ ഇങ്ങനെ കയറുവരി വിട്ട് പാവം മനുഷ്യരെ തല്ലിപ്പെരട്ടുന്നത്? രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് എന്തിനാണ്? പിണറായി പറഞ്ഞ തള്ളല്ലാതെ മറ്റു തെളിവുകളൊന്നും തന്നെ നമുക്കില്ല. പക്ഷേ കുന്നംകുളത്തെ ക്രൂരത ലോകമെല്ലാം നല്ല തെളിഞ്ഞ ദൃശ്യത്തിലൂടെ കണ്ടതാണ്. പോലീസ് മാനുവൽ പ്രകാരം ഇത്രയൊക്കെ ക്രൂരതകൾ ക്യാമറയിൽ പതിഞ്ഞാലും പോലീസുകാർക്കെതിരെ കടുത്ത നടപടികൾ ആവശ്യമില്ല. 2 ഇൻക്രിമെൻ്റ് തടയും, കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും, കൈക്കൂലി മേടിച്ച് അവരാ നഷ്ടം നികത്തിക്കൊള്ളണം. അതോടെ ഇടികൊണ്ടവൻ്റെ ശരീരവേദനയെല്ലാം മാറും, പൊട്ടിയ ചെവി ശരിയാകും. സ്റ്റേഷനുകളിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് പോലും. പിണറായി സാറേ, നിങ്ങളെ മർദ്ദിച്ചത് 5 പേരാണെങ്കിൽ ഇവിടെയും 5 പേരുണ്ടായിരുന്നു. നിങ്ങൾ വലിയ വിപ്ലവം നടത്തിയിട്ടായിരിക്കുമല്ലോ അകത്ത് പോയത്. ഈ പൂജാരിക്ക് സാറേ സാറേ എന്ന് വിളിക്കാനേ അറിയുകയുള്ളൂ. വർത്തമാനം പോലും നേരെ ചൊവ്വേ പറയാൻ ആ സാധുവിന് കഴിയുന്നില്ല. അന്ന് 5 രൂപ പോലീസിൻ്റെയും ഇടിയൻ പരമപിള്ളമാരുടെയും കാലമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും മിടുക്കരുമാണല്ലോ പിണറായി പോലീസ്. സ്കോട്ട്ലൻഡ് യാർഡ് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ യാർഡിലാണല്ലോ ഈ മിടുക്കന്മാർ ക്രമസമാധാനം നടത്തുന്നത്. എനിക്ക് നേരിട്ട ക്രൂരമായ അനുഭവം ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റൊരാൾക്കും സംഭവിക്കരുത് എന്ന് പറയേണ്ടയാളാണ് പിണറായി വിജയൻ. പക്ഷേ പുള്ളിക്ക് പോലീസ് അതിക്രമങ്ങളെ വെറും പൂവിറുക്കലും രക്ഷാപ്രവർത്തനവുമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ അനുഭവിച്ച ദാരിദ്ര്യത്തിനും പോലീസ് മർദ്ദനത്തിനുമെല്ലാം ഞാൻ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് മറുപടി പറയിച്ചേ പോകൂ എന്ന വാശിയിലാണ് പിണറായി വിജയൻ. കൊച്ചിലെ പുള്ളി പട്ടിണി കിടന്ന കഥകളൊക്കെ പറഞ്ഞപ്പോൾ ജനം കരുതിയത് വിശപ്പിൻ്റെ വിലയറിഞ്ഞ മനുഷ്യനാണല്ലോ എന്നാണ്. അന്നത്തെ പട്ടിണിയോട് പുള്ളി പ്രതികാരം ചെയ്യുന്നത് നാട്ടിലെ പൗരപ്രമുഖർക്കൊപ്പം സർക്കാർ ചെലവിലിരുന്ന് മൃഷ്ടാന്നം വിരുന്നുണ്ടുകൊണ്ടാണ്. വിശപ്പിനൊരു മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ പിരിച്ചുവിട്ട കഥയൊക്കെ കമ്മികൾ തകർത്തുവാരി അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രൂരന്മാരൊക്കെ സേനയിലുണ്ടെങ്കിലേ വിജയൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ഉശിരുണ്ടാകൂ. ഒരു സസ്പെൻഷനിൽ ആ ക്രൂരന്മാർക്കെതിരെയുള്ള നടപടി അവസാനിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. എല്ലാം സഹിക്കാം. ചാനലുകളിൽ വന്നിരിക്കുന്ന കുറേ വിടുവായൻ കമ്മികൾ ഈ ക്രൂരമായ മർദ്ദനത്തെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോഴാണ് തല്ലുമേടിച്ചത് നമുക്കാണെന്ന ഒരു തോന്നലുണ്ടാകുന്നത്. പുതിയ ഒരു കമ്മി അടിമ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വെമ്പായം നസീർ. ഇതൊറ്റപ്പെട്ട സംഭവമാണ്. കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ അവകാശമില്ല.
ഇതൊക്കെയാണ് പുള്ളിയുടെ അഭിപ്രായങ്ങൾ. തല്ലുമേടിച്ച സുജിത്തിന് പുള്ളി ഒരു സൗജന്യ ഉപദേശവും കൊടുക്കുന്നുണ്ട്. പിണറായിയാണ് ആഭ്യന്തരമന്ത്രി എന്നോർക്കണം. അത് കേട്ട് മാതൃഭൂമിയുടെ ന്യൂസ് അവതാരകൻ മാധു സജി അയ്യോ അറിയാമേ എന്നും പറയുന്നത് കേട്ടു. ഇന്നത്തെ പോലീസ് പഴയ പോലീസ് അല്ല എന്നാണ് ഈ വെമ്പായത്തുകാരൻ കമ്മി പറയുന്നത്. എന്താവശ്യത്തിന് നമ്മൾ ചെന്നാലും വിശ്രമമുറിയിൽ നമുക്കിരുന്നാൽ മാത്രം മതി. കസ്റ്റഡിയിലെടുത്തവനെ ഇടിച്ചു സൂപ്പാക്കുന്നതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഈ വെമ്പായത്തുകാരൻ സ്റ്റേഷനിലെ വിശ്രമമുറിയിലെ കാറ്റിനെപ്പറ്റി നമ്മോട് പറയുന്നത്. ഡോക്ടർ ബി ജയരാജ് എന്നൊരു സഹയാത്രികനുമുണ്ട്. പുള്ളി വിവരദോഷം വിളിച്ചു പറഞ്ഞ ശേഷം തിരിച്ച് വയറ് നിറച്ച് കിട്ടുമ്പോൾ കയ്യും കെട്ടി ഒരിരിപ്പുണ്ട്. ഈ സഹയാത്രികന്മാർ എന്ന് പറയുന്നവന്മാർ വല്ലതും പൊഴിഞ്ഞു വീഴുന്നത് എടുക്കാൻ പിന്നാലെ ഓടുന്ന അടിമകൾ എന്നാണോ അർത്ഥം? ചാനലിൽ വന്നിരുന്ന് തേയുന്ന മൂത്ത കമ്മി ചാവേറുകളുടെ അപ്രൻറ്റിസ് ചാവേറുകളാണ് ഇടതു സഹയാത്രികർ. പിണറായി വിജയൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ട് അകലെയിരുന്ന് ഭജിക്കുന്ന വിഭാഗമാണ് ഇത്തരക്കാർ. കുറ്റക്കാരെ സ്ഥലം മാറ്റിയില്ലേ എന്നും സ്ഥലം മാറ്റം ചെറിയ ശിക്ഷയല്ലെന്നുമാണ് ഈ ചാവേറുകളുടെ പക്ഷം. ഇവർക്കൊക്കെ തീറ്റയും വെള്ളവും കൊടുക്കുന്നത് AKG സെൻറ്ററിൽ നിന്ന് നേരിട്ടാണോ അതോ തണലുള്ളിടത്ത് കൊണ്ടുവയ്ക്കുകയാണോ? കസ്റ്റഡി മർദ്ദനത്തിൽ പിണറായി വിജയനെയും സർക്കാരിനെയും വലിച്ചിഴക്കരുത് പോലും. പിന്നെ എന്താ, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി കത്തെഴുതി വെച്ച് പ്രാർത്ഥിക്കണോ നമ്മൾ? പിണറായി തമ്പുരാൻ്റെ വീരഗാഥകൾ പറഞ്ഞു നടക്കുന്ന ഈ സഹയാത്രികർക്ക് സർക്കാരിൻ്റെ ഓണസദ്യയിൽ പോലും ക്ഷണം കിട്ടാറില്ല. സത്യത്തിൽ ഈ പിണറായി വിജയനോളം ഭാഗ്യവാനായ ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. മന്ത്രവാദിക്ക് പിന്നാലെ കണ്ണുകെട്ടിപ്പോകുന്ന കുട്ടിയെപ്പോലെ ലക്ഷക്കണക്കിന് അടിമകളെ അന്ധരാക്കി പിണറായി തൻ്റെ പിന്നാലെ മേച്ചുകൊണ്ടു പോകുന്നു. സ്വന്തം സഖാക്കളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് DGP ആക്കിയ മഹാമനസ്കനാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരം പാവങ്ങൾക്ക് നീതി കിട്ടുമെന്ന് കരുതിയ നിഷ്കളങ്കരായി പോയല്ലോ നമ്മൾ. പട്ടി കടിച്ചാലും പന്നി കുത്തിയാലും വേണ്ടില്ല, പോലീസിൻ്റെ കയ്യിൽ പെടല്ലേ എന്ന പ്രാർത്ഥനയോടെ വേണം ഓരോ മനുഷ്യരും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ. തന്നെ ക്രൂരമായി തല്ലിയ പോലീസുകാരെ 2.5 വർഷം കഴിഞ്ഞിട്ടും സാറേ സാറേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത നിഷ്കളങ്കനായ സുജിത്തിനെയാണ് ചാനലുകളിൽ നമ്മൾ കണ്ടത്. ഈ ഓണത്തിന് കണ്ട ഒരു സങ്കട കാഴ്ചയായിരുന്നു ആ മർദ്ദന ദൃശ്യങ്ങൾ. പോലീസിൻ്റെ കയ്യിലെങ്ങാനും പെട്ടില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.